അപ്പനും അമ്മയും അതിന് സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇത് വന്ന് നിൽക്കുന്നത് കാരണേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു കെട്ടി വീട്ടിൽ നിന്ന് വന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ സൈഡ് ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിള്ളേർ കഴിക്കുന്നതിനൊക്കെ ഭയങ്കര അയാൾ ഇപ്പോൾ അതുപോലെ കുത്തിപ്പറിച്ചില്ല. അമ്മയും അപ്പനും പറയുമായിരുന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും കൂടി സൈഡില്ലെങ്കിൽ പിന്നെ ജീവിക്കാം. ദുഷ്ടൻ പോലും ഈ ലോകത്തിലില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കാരിത്താസിന്റെ മേലധ്യക്ഷന്മാരും പുരോഹിതരും ഇത് കണ്ണടച്ചിരിക്കുന്ന എന്തേ എന്നുള്ള ആ സങ്കടം കൊണ്ടാണ് മള്ളൂശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ ഇതുപോലെ ഒരു അനുസ്മരണ യോഗവും ഒരു പ്രാർത്ഥനയും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇവിടെ കൂടിയത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നട്ടലുള്ള വിശ്വാസികൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് ചുങ്കത്ത് മുള്ളശ്ശേരി കാനായ ഇടവകയിൽ കണ്ടത്. അവിടുത്തെ വിശ്വാസികളെല്ലാം കൂടെ കൂടിക്കൊണ്ട് അവിടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ തന്നെ അവർ സംഘടിപ്പിച്ചു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ വേണം വിശ്വാസികൾ. നട്ടലില്ലാത്ത കുറേ അച്ഛന്മാരും കുറേ പട്ടക്കാരും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള നട്ടലുള്ള കുറച്ച് ജനങ്ങളുള്ളത് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരുടെയൊക്കെ ഈ ലോഹ അഴിച്ചു വെച്ച് വെളിയിലിറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള വിശ്വാസികൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുക. കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ ഈ പറയുന്ന ദേവാലയങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഉമ്മാരൊക്കെ കയറിയിരുന്ന് ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിശ്വാസികളുടെ ജീവിതത്തിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസികളും നട്ടൽ ഉയർത്തിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇവന്മാരെ പോലെയുള്ള ഈ ബോബിയെ പോലെയുള്ള അച്ഛന്മാരൊക്കെ മുകളിലുണ്ടെങ്കിൽ പലതും നടക്കും. അതൊക്കെ അനുവദിച്ചു കൊടുത്തുകൂടാ. പാവം പിടിച്ച ഒരു വീട്ടമ്മയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണത്തിനിടയാക്കിയവന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അതിന് ആരൊക്കെ സംരക്ഷണം ചെയ്തെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും നട്ടലുള്ള ആണുങ്ങളും നട്ടലുള്ള വിശ്വാസികളും ഉണ്ടെന്നറിഞ്ഞത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആ വിശ്വാസികൾ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. വളരെ വ്യക്തമായിട്ടാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കാശ് കൊണ്ട് ഇവന്മാർക്ക് പളുവെളുത്ത വസ്ത്രങ്ങളും മേടിച്ചു കൊടുത്ത് അവന്മാർക്ക് തിന്നണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായി മേടിച്ചു കൊടുത്ത് അതും തിന്നുകൊണ്ട് നമ്മുടെ കാശിൽ അവന്മാർ കെട്ടി ഉയർത്തുന്ന ഹോസ്പിറ്റലിന്റെ അകത്ത് പോലും നമുക്കൊരു ജോലിക്ക് അനുവദിക്കത്തില്ല. ഇവര് ഒരു ജോലി പോലും നമുക്ക് തരത്തില്ല. പിന്നെ എന്തിനാണ് ഈ മണ്ണാങ്കട്ട? എന്തിനാണ്? ഇവർക്ക് കാശ് സമ്പാദിക്കാനോ? അതിനാണോ? ഒരു വിശ്വാസികൾ ഒരു പാവം പിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ജോലി കൊടുക്കാനല്ലേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നോക്കാൻ പാടുള്ളൂ? അതൊന്നുമല്ലാതെ ഇവർക്ക് പോക്കറ്റിൽ കാശ് തിരികാൻ വേണ്ടിയുള്ളതല്ലല്ലോ ഇതൊന്നും. എന്തായാലും ആ പ്രതിഷേധ കൂട്ടായ്മയിൽ അവർ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി. എന്തൊക്കെയാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പ്രധാനപ്പെട്ട ആവശ്യം, നമ്മൾ നിരപരാധിയായ ഒരു സാധുവായിട്ടുള്ള ഒരു അമ്മയ്ക്കും അതുപോലെ തന്നെ വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ 2 പിഞ്ചു ഓമന മക്കൾക്കും അതിദാരുണമായ ഈ മരണം, അതിദാരുണമായ ട്രെയിൻ അപകടത്തിൽ കൂടെ സംഭവിച്ച ഈ കേസ് നമ്മുടെ ജ്ഞാനായ സമുദായത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. അവർ തന്നെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. പക്ഷേ ജ്ഞാനായ സമുദായ മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ പുരോഹിത ശ്രേഷ്ഠന്മാരും പുരോഹിതരും ഇത് തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് മരണശേഷവും നമ്മൾ ആ 101 കവലുള്ള വീട്ടിൽ വെച്ച് കാണാനിടയായത്. ആ വീട്ടിൽ വെച്ച് കടന്ന സംഭവം കാണുമ്പോൾ ഇത് കണ്ടാൽ ഹൃദയം അലിയാത്ത ഒരു ദുഷ്ടൻ പോലും ഈ ലോകത്തിലില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ കാരിത്താസിന്റെ മേലധ്യക്ഷന്മാരും പുരോഹിതരും ഇത് കണ്ണടച്ചിരിക്കുന്ന എന്തേ എന്നുള്ള ആ സങ്കടം കൊണ്ടാണ് മള്ളൂശ്ശേരി സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയിൽ ഇതുപോലെ ഒരു അനുസ്മരണ യോഗവും ഒരു പ്രാർത്ഥനയും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് ഇവിടെ കൂടിയത്. പോലീസിന്റെ അന്വേഷണം അടക്കം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം, സമഗ്രമാക്കണം എന്നൊരു ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും പോലീസിന്റെ അന്വേഷണം വേണം. പോലീസ് ഏകപക്ഷീയമായിട്ട് തീരരുതേ. ആർക്കും സത്യത്തിന്റെ വഴിയിലൂടെ പോകണം. സത്യമാണ് എല്ലാത്തിനും മുമ്പിൽ വിജയിക്കുന്നത്. സത്യത്തിന്റെ പാതയിലൂടെ പോയാൽ വിജയിക്കും. ആ സത്യം വിട്ട് ധർമ്മം വിട്ട് അധർമ്മത്തിന്റെ വഴിയിലൂടെ പോകുന്ന പൈശാചിക ബന്ധങ്ങളിലൂടെ പോകുന്നതിന്റെ വെളിച്ചത്തിൽ ഇത് പൊങ്ങി വരിക, ഇത് അല്ലെങ്കിൽ അതിന് ഒരു ശിക്ഷ ഉണ്ടാകാനായിട്ടോ അല്ലെങ്കിൽ ഒരു അതിനുള്ള സെറ്റപ്പൊക്കെ ഞങ്ങളുടെ സമുദായത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. കോടാനുകോടി രൂപയുടെ മുതലും കോടാനുകോടി രൂപയുടെ ആസ്തിയും കോടാനുകോടി രൂപയുടെ അതുമുള്ള സാഹചര്യത്തിൽ ഒരു അച്ഛൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം പോലീസിൽ നിന്നോ രൂപതാ തലത്തിലോ അതല്ലെങ്കിൽ ഇടവക തലത്തിലോ ഒരിക്കലും ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്പഷ്ടമായ കാര്യമാണ്. ഇവിടെ ആ അപ്പച്ചൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? എന്തൊക്കെ സംവിധാനങ്ങളുള്ള സഭകളാണ്. കാശുകൾ, കോടിക്കണക്കിന് കാശുകളുണ്ട്. എന്നിട്ട് പോലും സ്വന്തം ഇടവകയിൽ സംഭവിച്ച കാര്യങ്ങളിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പോലും പറയുന്ന ഇടവക വികാരിമാർക്കോ മേലധ്യക്ഷന്മാർക്കോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇവർ ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മ ഉണ്ടാക്കിയത് ഈ ഒരു പള്ളിയിലെ കുർബാനയും കഴിഞ്ഞിട്ട് അവർ വെളിയിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്തത്. ഇത് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടികൾക്കോ ഈ ഷൈനിക്കോ നീതി കിട്ടുന്നില്ല. എത്ര ദിവസമായി? ഇപ്പോഴാണ് മെയിൻ ചാനലുകാർ പോലും എടുത്തുകൊണ്ട് വന്നത് ഈ ഒരു വാർത്ത. ഇത് പലരും മുക്കി വെച്ചൊരു വാർത്തയായിരുന്നു.
ചില ഞങ്ങളെപ്പോലെയുള്ള ചില മറുനാടന അങ്ങനെയുള്ള ITI അങ്ങനെയുള്ള ഹാർട്ട് ഫാമർ അങ്ങനെയൊക്കെയുള്ള കുറേ ചാനലുകാർ ഇത് എടുത്ത് ചെയ്തതോടുകൂടി തന്നെ ഈ വലിയ ചാനലുകാർ ഇതെടുത്തത്. ഇല്ല എങ്കിൽ ഈ പറയുന്ന ഷൈനിക്ക് ഒരിക്കലും നീതി കിട്ടത്തില്ലായിരുന്നു. ഈ കാര്യം ആരുടെ അടുത്തും എത്തത്തില്ലായിരുന്നു. പൊതുസമൂഹം മൊത്തത്തിൽ ഇളകിയതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇത്രമാത്രം ഇതിൽ നിൽക്കുന്നതും ഈ പറയുന്ന നോബിയെ അറസ്റ്റ് ചെയ്തതും. ഇനി ലോഹമിട്ടുകൊണ്ട് മോളിൽ കയറിയിരിക്കുന്ന മറ്റവനുണ്ടല്ലോ അച്ഛൻ, അവനെയും പിടിച്ചിറക്കിക്കൊണ്ടുവന്നിട്ട് അവനെയും ചോദ്യം ചെയ്യണം. ഈ പറയുന്ന അമ്മായിമ്മ പറഞ്ഞ പച്ചക്കള്ളത്തെയും പൊളിച്ചെടുക്കണം. ഇതെല്ലാം നമുക്ക് കാത്തിരിക്കാം. ഈ ഷൈനിയുടെ വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള റെയിൽവേ ട്രാക്കിലേക്ക് പോയി ഇതിനു മുമ്പും അവിടെ പോയി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ഷൈനി പിന്നെ ഈ ഒരു ആത്മഹത്യ ചെയ്യുന്നത്. അതിന് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഈ സ്വന്തം വീട്ടിലെ അച്ഛനെയും അമ്മയും കുറിച്ചും പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. 3-ാമത്തെ ദിവസം ബുധനാഴ്ച ചൊവ്വാഴ്ച ഇവിടെ വന്ന് നിന്നത്, പിന്നെ വെള്ളിയാഴ്ച ഇവർ മരിക്കുന്നത്. അന്നേരം മരിച്ചു കഴിഞ്ഞത് ഇവരാണെന്ന് അറിയുന്നത് 10-11 മണി ആയപ്പോഴാണ് ഇവരാണെന്ന് അറിയുന്നത്. ആദ്യം ഞങ്ങളുടെ ഇവിടെ ഉള്ളവരെ പോയി കണ്ടിട്ട് വന്ന് പിന്നെ അന്യസംസ്ഥാനക്കാരെ ഹിന്ദിക്കാരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓർത്തു ആ ഹിന്ദിക്കാരാണെങ്കിൽ എല്ലായിടത്തും ആണല്ലോ എന്ന് ഓർത്തു. അത് കഴിഞ്ഞിങ്ങനെ ഈ രാവിലെ തന്നെ ന്യൂസ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ അപ്പം വേണേ കണ്ടു കാണാം. ന്യൂസ് കണ്ടിട്ട് പോയി പരാതി കൊടുത്ത അങ്ങനെ അല്ല, അതിന് മുമ്പേ അവരുടെ അപ്പൻ പരാതി കൊടുക്കാൻ പോയായിരുന്നു. ആ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാൻ 7:45 ശവം കയറ്റി. ആണോ? 7:45 ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വീട്ടിൽ അവർക്ക് മരുന്നിന് പോകണമായിരുന്നു. അവർ തൊടുപുഴ കണ്ടായിരുന്നു. അവർ ഡൽഹിയിൽ നിന്ന് വന്ന് താമസിക്കുന്നു. ഇവിടെ വന്ന് അവരുടെ നാട് പിടിയാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് അവിടെ എങ്ങാണ്ട് മരുന്ന് കിട്ടും. അപ്പോൾ രാവിലെ 8 മണിയാകുമ്പോൾ പറഞ്ഞു ഞാൻ 7:45 പള്ളി കഴിഞ്ഞ് വന്ന് ഞാൻ പോയപ്പോഴത്തേക്കും അപ്പോൾ 7:45 അന്നേരം ബോഡി കയറ്റി. അന്നേരം അവിടെ അപ്പുറത്ത് കൊച്ചു നിൽപ്പുണ്ട്. ഒത്തിരി പേരുണ്ട് അവിടെ. ഞാൻ കൊച്ചിനെ കൈകാട്ടി വിളിച്ചു. ഞാൻ എടുത്തോന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിറയെ ആളാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എടുത്തില്ലായിരിക്കും. എന്നാൽ എൻ്റെ ബോഡി കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് ഞങ്ങളുടെയൊക്കെ മാനോട് അതിന് പോലീസുകാർ പറഞ്ഞു അവിടെ നിൽക്ക്, ഇതിൻ്റെ കുറേ കിട്ടാനുണ്ട് അവിടെ ഇവിടെ. അതൊക്കെ ഇങ്ങനെ ചെതറിപ്പോയാലേ അത് കേട്ടപ്പോൾ അവനും ഓടിപ്പോന്നു. അവനും പോന്ന് കൂടുതലുള്ളവരെല്ലാം ഓടിപ്പോന്നു. പിന്നെ അതിൻ്റെ അപ്പനും അമ്മയും അതിന് സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇത് വന്ന് നിൽക്കുന്നത് കാരണേ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു കെട്ടി വീട്ടിൽ നിന്ന് വന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ സൈഡ് ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിള്ളേർ കഴിക്കുന്നതിനൊക്കെ ഭയങ്കര അയാൾ അതുപോലെ കുത്തിപ്പറിച്ചില്ല. അമ്മയും അപ്പനും പറയുമായിരുന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും കൂടി സൈഡില്ലെങ്കിൽ പിന്നെ അമ്മച്ചി പറഞ്ഞ കാര്യം കേട്ടോ. സ്വന്തം വീട്ടിൽ പോലും സപ്പോർട്ടില്ലായിരുന്നു. അവരെന്തെങ്കിലും കഴിക്കുമ്പോൾ കുത്തിയുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര എന്ന് പറഞ്ഞാണ് ഈ ഷൈനി സഹിക്കുക? ഈ പറയുന്ന ഷൈനി ചൊവ്വാഴ്ച പോയി റെയിൽവേ ട്രാക്കിൽ പോയി നിന്നു ഈ പിള്ളേരെല്ലാം കൂടി. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ആത്മഹത്യയിലേക്ക് അവർ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. 5:30 ട്രെയിനിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. 7:30 ആയപ്പോഴാണ് ഇവരുടെ ഈ ഒരു മൃതശരീരങ്ങൾ അവിടെ നിന്ന് കയറ്റുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അച്ഛൻ കൊണ്ട് കേസ് കൊടുത്തത് എന്നാണ് ഇവിടെ ഈ അമ്മ പറയുന്നത്. ഈ അമ്മ പറയുന്ന പ്രകാരം ഷൈനിക്കും പിള്ളേർക്കും വീട്ടിൽ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ആ പെണ്ണുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, കെട്ടിയോൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അത് വീട്ടിൽ വന്നാൽ ആ പെൺകുച്ചുങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഈ പറയുന്ന സ്വന്തം വീട്ടിലുണ്ട്. അത് ഈ പറയുന്ന ഷൈനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. എന്തുവായാലും ചുങ്കത്തെ ഇടവകയിലെ വിശ്വാസികൾ കാണിക്കുന്ന ആ ഒരു പ്രതിഷേധ കൂട്ടായ്മ നല്ല കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഈ കേസ് അന്വേഷിക്കണം, കൃത്യമായും പ്രതികളെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുമുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകർക്കുമുള്ളത്, ഈ നാട്ടിലുള്ള എല്ലാവർക്കുമുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.